ഹായ് ഡിയോസ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി ഒരു മേക്കിംഗ് വീഡിയോ ഷെയർ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഇപ്പോൾ സ്കൂളിലെല്ലാം വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ശാസ്ത്രമേളയുടെ തിരക്ക് നടക്കാറുണ്ട്. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മേക്കിംഗ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. ബിഗിനേഴ്സായിട്ടുള്ള കുട്ടികളുണ്ട്, ഓൾറെഡി കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും മോഡൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും മോഡൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനി മാക്സിമം റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മളെപ്പോഴും പറയാറുണ്ട്, പക്ഷേ നമുക്ക് തിരക്കുകൾ കാരണം പറ്റാറില്ല വീഡിയോ റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊന്നും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നല്ല ഏറ്റവും സിമ്പിളായിട്ടും കാണുമ്പോൾ കുറച്ച് ഹെവി വർക്കായിട്ടും തോന്നുന്ന രീതിയിലുള്ള ഒരു സെറ്റാണ് നമ്മളിവിടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒരു നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇയർ റിങ്സ് വരുന്ന സെറ്റ് കേട്ടോ. നമ്മളൊരു ഫിഷ് വയർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 6 mm സൈസിൽ വരുന്ന പേൾ ബീഡ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാം. ഓൾമോസ്റ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വോയിസ് ഓവർ കൊടുക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചതാണ്. പക്ഷെ എന്നാലും കുട്ടികൾക്കൊക്കെ വീഡിയോ വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പോൾ വോയിസ് കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതുപോലെ ഫസ്റ്റ് ഒരു ഫിഷ് വയറിൽ 5 ബീഡ്സാണ് 6 mm സൈസിൻ്റെ കോർത്ത് കൊടുക്കുന്നത്. നോർമലി ചില സബ് ജില്ലകളിൽ നമുക്ക് ഇതുപോലെയുള്ള ഫിഷ് വയർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ചില സ്ഥലത്ത് പ്രശ്നം വരാറില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫിഷ് വയർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോട്ടൺ ത്രെഡുകളിൽ നിങ്ങൾക്കിത് കോർത്തെടുക്കാനായിട്ട് പറ്റും. നോർമലി മാല ചെയ്യാൻ ഉപയോഗിക്കുന്ന കോട്ടൺ ത്രെഡിൽ. പിന്നെ ചില സ്ഥലങ്ങളിൽ അവർ തരുന്ന ഡിസൈൻ തന്നെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തോളൂ, ഇങ്ങനെ ഒരു സെറ്റ് ചെയ്താൽ മതി എന്നും പറയാറുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ 3 എണ്ണം, ഒരു സൈഡിൽ 2 എണ്ണമാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 3 എണ്ണം കൊടുത്തിട്ടുള്ളതിൽ ലാസ്റ്റ് ബീഡിനെയാണ് ക്രോസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഈ ഒരു സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യണം. നമുക്ക് ഏതുവരെയാണോ വേണ്ടത് അതുവരെ റിപ്പീറ്റഡായി, അതായത് ഫസ്റ്റത്തേൽ 5 ബീഡും പിന്നെ വരുന്ന ഫ്ലവേഴ്സിലെല്ലാം 6 ബീഡ്സ് ഇതാണ് ഉണ്ടാവുക. 5 ബീഡ്സാണ് കോർത്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ മുമ്പത്തെ ഫ്ലവറിലുള്ള ഒരു ബീഡും കൂടെ കൂട്ടിയിട്ട് 6 ബീഡുള്ള ഒരു ഫ്ലവറായിട്ടായിരിക്കും അത് നമുക്ക് വിസിബിളായിട്ടുണ്ടാവുക. ഓക്കെ, ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഒരു സൈഡിൽ 3 ബീഡും മറ്റ് സൈഡിൽ നമ്മൾ 2 ബീഡും കൊടുക്കും. എന്നിട്ട് ഈ 2 ബീഡ് കൊടുത്തിട്ടുള്ള ഒരു ഫിഷ് വയറോ അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ത്രെഡിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ കോട്ടൻ്റെ ത്രെഡ് നമ്മൾ ഈ 3 ബീഡ് കൊടുത്തതിൽ ഏറ്റവും എൻഡിൽ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ബീഡിൽ ക്രോസ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ഒരു സെയിം സ്റ്റെപ്പ് നമ്മൾ ഏതൊരു സൈസുള്ള മാലയാണോ ചെയ്യണത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിതിവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നെക്ലസ് പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എണ്ണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത്ര നേരം നമ്മൾ 5 ബീഡ്സ് അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 4 ബീഡ്സാണ് കൊടുക്കുക. ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ 3 ബീഡ്സ് കൊടുക്കുക. അതിനുശേഷം ഒരു എൻഡിൽ 1 ബീഡും കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ 3 ബീഡ് കൊടുത്തിട്ടുള്ളതിൽ ലാസ്റ്റ് ബീഡിനെ ക്രോസ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ഫ്ലവർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 5 എണ്ണമായിട്ട് കിട്ടും. നിങ്ങൾക്കിനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ചെയ്തു എന്നറിയാൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാവുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു ഫിഷിംഗ് വയറോ അല്ലെങ്കിൽ കോട്ടൺ ത്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലോട്ട് വരുന്ന ബീഡ്സ് ഉണ്ടല്ലോ, നമ്മൾ എൻഡ് ചെയ്തതിൻ്റെ ബാക്കിലോട്ട് വരുന്ന ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ബാക്കിലോട്ട് എടുക്കുക. എന്നിട്ട് 2 ത്രെഡും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ബാക്കിലോട്ട് എടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നല്ല ടൈറ്റായിട്ട് നിങ്ങൾ കെട്ടിട്ട് കൊടുക്കുക. കോട്ടൺ ത്രെഡിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും കെട്ടിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിതെല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് അഴിഞ്ഞു പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത്രയും ടൈം എടുത്ത് ചെയ്തതെല്ലാം വെറുതെ ആവും. ഓക്കെ, അപ്പോൾ നല്ല ടൈറ്റിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ബീഡിൻ്റെ അകത്തോടെ ഇൻസേർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ അല്ലെങ്കിൽ
ഒരെൻഡ് ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബീഡിനകത്തൂടി ഇൻസേർട്ട് ചെയ്യാം, നമുക്ക് ആ ഒരു കെട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത്രയും ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ 8 mm സൈസിൽ വരുന്ന ഒരു പേൾ ബീഡാണ് വെച്ച് ലെയർ ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രേസ്ലെറ്റ് ഇതുപോലെ ഡയറക്റ്റായിട്ട് ഈ ഒരു സെയിം ഡിസൈനിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 8 mm ബീഡ്സ് വരുന്ന രീതിയിൽ ചെയ്യാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു താഴ്ഭാഗത്ത് വരുന്ന 2 ബീഡ്സ് ഉണ്ടല്ലോ, ഏറ്റവും എൻഡിൽ വരുന്ന 2 ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഫിഷ് വയർ കോർത്തെടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ കോട്ടൺ ത്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂചി ഉപയോഗിക്കാം. സബ്ജില്ല മത്സരങ്ങളിലാണെന്നുണ്ടെങ്കിലും സൂചി ഉപയോഗിക്കാൻ തോന്നുന്നു ബീഡ്സ് കോർത്തെടുക്കുമ്പോൾ. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ റൂൾസിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നമുക്കറിയില്ല, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ. ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരെൻഡിൽ ഫസ്റ്റ് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൈറ്റ് ബീഡ് 6 mm സൈസിൽ വരുന്ന ഒരു വൈറ്റ് ബീഡും 8 mm സൈസിൽ വരുന്ന ഒരു കളർ ബീഡ്, ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം ഒരു വൈറ്റ് ബീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ, അതായത് നമ്മളിതുപോലെ ഫസ്റ്റത്തെ എൻഡിൽ 3 ബീഡ്സ് ആഡ് ചെയ്ത് കൊടുത്തു. അടുത്ത എൻഡ് ഫിഷിംഗ് വയറോ അല്ലെങ്കിൽ കോട്ടൺ ത്രെഡോ ഈ ലാസ്റ്റ് ബീഡിൽ ക്രോസ് ചെയ്തെടുക്കുക. ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള 6 mm ബീഡിൽ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്തെടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ലൈൻ എടുത്തിട്ട് ഇതുപോലെ. വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവാൻ തോന്നുന്നു. ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്കും കൂടെ കുറച്ചത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇത് ക്രോസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, 3 ബീഡ്സ് ആദ്യം കൊടുത്തു, ഒരു 6 mm 8 mm 6 mm അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് ക്രോസ് ചെയ്തെടുത്തു. ഞാൻ ക്രോസ് ചെയ്തിട്ട് മുകൾ ഭാഗത്തുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് അടുത്ത 2 ബീഡ്സിൻ്റെ കൂടെ കോർത്തെടുക്കാം. ഓക്കെ, ഇതിന് ശേഷം നമ്മുടെ ആ ഒരു സെയിം പ്രൊസീജിയർ, അതായത് താഴെ വരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, താഴെ വരുന്ന ലൈനിൽ നമ്മൾ 3 ബീഡ്സ് കൊടുക്കും. 6 mmൻ്റെ 1 ബീഡ്, അതിനുശേഷം 8 mmൻ്റെ 1 ബീഡ്, അതിനുശേഷം 6 mmൻ്റെ 1 ബീഡ്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത രീതിയിൽ തന്നെ ആ മുകളിലുള്ള ബീഡ്സ് ഇല്ലാത്ത ലൈന് ഏറ്റവും എൻഡിൽ വരുന്ന 6 mm ബീഡ്സിൽ ക്രോസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ മുകളിലേക്ക് പോയ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് അടുത്ത 2 ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ 1 ബീഡല്ല 2 ബീഡിൻ്റെ ഇടയിൽ കൂടെ കോർത്തെടുക്കണം അടുത്ത പ്രൊസീജിയറിൽ. ഓക്കെ, ഇത് റിപ്പീറ്റഡ്ലി ചെയ്യാം. ഇതുപോലെ മാലയുടെ എൻഡ് വരെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ കെട്ടിട്ട് വിട്ട് അത് എൻഡ് ചെയ്യാം. നമ്മളിത് മുഴുവനായിട്ട് അതിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്കം എന്തായാലും കിട്ടും. നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളില്ലാതെ സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് പീസാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയർ റിങ്സാണ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ബ്രേസ്ലെറ്റാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് നമ്മളിവിടെ ഫിഷ് ഹുക്ക് അല്ലെങ്കിൽ ലോബ്സ്റ്റർ ലോക്ക് എന്നാണ് ഈ ഒരു ലോക്കിന് പറയുക. അതിലൂടെ ഇതുപോലെ ഒരു ഫിഷ് വയറോ കോട്ടൺ ത്രെഡോ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നന്നായി കെട്ടിക്കൊടുക്കുക. ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജംറിങ്ങിൽ ഫിഷ് വയർ കെട്ടിയിട്ട് ആ ഒരു ജംറിങ്ങിന് ഈ ഒരു ലോബ്സ്റ്റർ ഹുക്കുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ആ ഒരു ഫിഷ് വയറിൽ ഒരു സൈഡിൽ 3 ബീഡും ഒരു സൈഡിൽ 2 ബീഡുമാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 3 ബീഡ് കോർത്തിട്ടുള്ള അതിലെ ലാസ്റ്റ് ബീഡിലാണ് നമ്മളിവിടെ ക്രോസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ. അപ്പോൾ നമുക്ക് 5 ബീഡ്സുള്ള ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന സ്റ്റെപ്പ് ചെയ്യാം. അതായത് 2 സൈഡിലും ഓരോ 6 mm വൈറ്റ് ബീഡ്സ് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ 8 mm ബീഡ് കൊടുക്കുക.
എന്നിട്ട് ആ ഒരു 8 ബീഡിനെ നമ്മൾ ക്രോസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 5 ബീഡ് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവർ ഷേപ്പും ചെയ്തെടുക്കാം. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ആ ഒരു രീതിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സൈഡിൽ 2 വൈറ്റ് ബീഡ്സും ഒരു സൈഡിൽ ഒരു വൈറ്റ് ബീഡും കൊടുക്കുക. എന്നിട്ട് 2 വൈറ്റ് ബീഡ് കൊടുത്തതിൽ എൻഡ് ബീഡ് ക്രോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ ആ ഒരു 5 പെറ്റലുള്ള ആ ഒരു 5 ബീഡുള്ള ഫ്ലവർ ചെയ്തതിന് ശേഷം ഒരു വൈറ്റ് ബീഡും അതുപോലെ തന്നെ ഒരു വൈറ്റും ഒരു 8 ബീഡല്ലേ ചെയ്തത്. അതിനുശേഷം ആ ഒരു ഫ്ലവർ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 3 വൈറ്റ് ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾക്ക് കിട്ടുക. അതിനുശേഷം നമ്മൾ റിപ്പീറ്റഡായിട്ട് ഈ ഒരു ലാസ്റ്റ് ചെയ്ത 2 പ്രൊസീജിയർ ചെയ്യാം. അതായത് ഒരു സൈഡിൽ ഒരു വൈറ്റ് ബീഡ്, മറ്റേ സൈഡിൽ ഒരു വൈറ്റ് ബീഡും ഒരു കളർ ബീഡും 8 സൈസുള്ള കളർ ബീഡ്. ഈ കളർ ബീഡ് വെച്ചിട്ട് നിങ്ങൾ ക്രോസ് ചെയ്തെടുക്കുക. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 6 വൈറ്റ് ബീഡും 2 6 വൈറ്റ് ബീഡ് അടുത്ത എൻഡിൽ, എന്നിട്ട് ആ 2 6 കൊടുത്തതിൻ്റെ എൻഡ് ബീഡിൽ നിങ്ങൾ ക്രോസ് ചെയ്തെടുക്കുക. നമുക്ക് എത്രത്തോളം ലെങ്ത്തിലാണോ ഒരു ബ്രേസ്ലെറ്റ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കണം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു 5 ഇയർ ആയിട്ടുള്ള കുട്ടിയുടെ ഹാൻഡ് സൈസിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും എൻഡിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 5 ബീഡ് വെച്ചിട്ടുള്ള ഫ്ലവറായിട്ട് തന്നെ എൻഡ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. ഇതാണല്ലേ, ഇതുപോലെ നമുക്ക് എൻഡിങ് പോയിൻ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ മാലയിൽ ചെയ്തതുപോലെ തന്നെ ആ ബീഡ്സ് അകത്തേക്ക് എടുത്തിട്ട്, അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡ്സിൻ്റെ അടുത്തുകൂടി എടുത്തിട്ട് 2 ലൈനും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വേറെ ഫിഷ് വയർ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. നമ്മൾ എക്സ്ട്രാ നിൽക്കുന്നത് മാത്രം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും നേരം ചെയ്തിട്ടുള്ള വർക്കൊക്കെ വേസ്റ്റായി പോകും. അതിനുശേഷം നമ്മൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ ഹുക്ക് ആൻഡ് ചെയിനൊന്നും അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 4 അതല്ലാന്നുണ്ടെങ്കിൽ 5 ജംപ് റിങ്സ് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇപ്പോൾ മത്സരത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹുക്ക് ആൻഡ് ചെയിനും അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ചെയിനൊന്നും വാങ്ങിയിട്ട് എക്സ്ട്രാ ക്യാഷ് കളയണമെന്നില്ല. നമുക്കിതുപോലെ ജംപ് റിങ്സ് കണക്ട് ചെയ്തിട്ട് അത് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഒരു എൻഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രേസ്ലെറ്റും മാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് കൊണ്ട് ഇതിൻ്റെ മാച്ചിങ് ആയിട്ട് ഒരു ഇയർ റിങ്സ് ആണ്. നമ്മളിത് ഈ ഒരു മോഡലിൽ വരുന്ന ഒരു ഇയർ റിങ്സ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളിതിന് ഫിഷ് ഹുക്ക് അല്ലെങ്കിൽ ഇയറിംഗ് ഹുക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഇതുപോലെയുള്ള ഒരു ഫിഷ് ഹുക്ക് എടുക്കുക. അതിലേക്ക് നമ്മൾ ഫിഷ് വയറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോട്ടൺ ത്രെഡ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലോബ്സ്റ്റർ ലോക്കിൽ ചെയ്തതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അത് കെട്ടിട്ട് കൊടുക്കുക. അത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 6 mm ബീഡ്സ് ഇതുപോലെ ആ ഫിഷ് വയറിൻ്റെ ഒരു എൻഡിൽ 2 ബീഡ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റേ എൻഡിലും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ 2 ബീഡ്സ് ഫസ്റ്റ് നമ്മൾ 2 എൻഡിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ബീഡ് ആഡ് ചെയ്തിട്ട് അതിനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇതുപോലെ 5 ബീഡുള്ള ഒരു ഫ്ലവറായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ 2 വൈറ്റ് ബീഡ്സും ഒരു 8 mm ബീഡ്സും, മറ്റേ സൈഡിൽ 2 വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു വലിയ ബീഡിനെ നമ്മൾ ക്രോസ് ചെയ്തെടുക്കുക. ഓക്കെ, അതായത് വലിയ ബീഡിൻ്റെ അകത്തുകൂടി ഈ ഒരു ഫിഷ് വയർ എടുത്ത് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു 2 എൻഡിലും 2 വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഐ മീൻ 2 ഫിഷ് വയറിലും ഓരോ വൈറ്റ് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുപോലെ 2 ഫിഷ് വയറിലും ഇതുപോലെ ഓരോ ബീഡ്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ബീഡ്സ്, അതായത് സെയിം സൈഡിൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ബീഡ്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനവിടെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. അതില്ലാതെയും നിങ്ങൾക്ക് ഈ ഒരു ഇയറിങ്സ് എൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തൊട്ട് മുകളിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കെട്ടിട്ടിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കാം. നമുക്കപ്പോൾ ഇവിടെ ഇത്രയും സിമ്പിളായിട്ട്
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാല ഉണ്ടല്ലോ, മാലയുടെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു കണക്റ്റിംഗ് ത്രെഡ്, അത് നമുക്ക് ലോബ്സ്റ്റർ ലോക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ലോബ്സ്റ്റർ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് കണക്ട് ചെയ്യാം. ഇനി അഥവാ ലോബ്സ്റ്റർ ഹുക്ക് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ജംപ് റിങ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു എൻഡിൽ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മത്സരത്തിനൊക്കെ പങ്കെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലൊരു സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിൾ ഇൻക്ലൂഡ് ചെയ്യാം. എപ്പോഴും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. താങ്ക്